ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. 2026 ഫേസ് ലിഫ്റ്റ് ആയ ഈ ഒരു എക്സ്ട്രാ വാഹനം നമുക്ക് ഒരുപാട് വേരിയൻസ് കിട്ടുന്നുണ്ട്. അതായത് HX2, HX3, HX4, HX4 പ്ലസ്, HX6, HX8, HX10 വരുന്നുണ്ട്. അപ്പം ഇത്രയും വേരിയൻസിൽ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള HX8 ആണ്, ഈ കാണാൻ സാധിക്കുന്ന ഒരു HX3 ആണ്. അപ്പം ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും ഏത് വാഹനം എടുക്കണം എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം ഏത് വാഹനത്തിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഏതെടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമുക്കിത് 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് കിട്ടുന്നത്. അതായത് ഒരു CNG കിട്ടുന്നുണ്ട്, ബൈഫ്യൂലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, പെട്രോൾ വിത്ത് CNG കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പെട്രോൾ മാത്രം കിട്ടുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ പോലും നമുക്ക് CNG ഓപ്ഷൻ കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എല്ലാം ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബേസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഈ ഫ്രണ്ട് കൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിനകത്ത് കിട്ടുന്നത് ഏറ്റവും ബേസ് വേരിയൻറ്റ് തൊട്ട് 6 എയർ ബാഗുകൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ABS കിട്ടുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ കിട്ടുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കിട്ടുന്നുണ്ട്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്, റിയർ പാർക്കിംഗ് സെൻസർ കിട്ടുന്നുണ്ട്, ഹെഡ്ലൈറ്റ് എസ്കോർട്ട് സിസ്റ്റം കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാലും ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കത്തുന്നതിൻ്റെയാണ് എസ്കോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രൽ ലോക്ക് കിട്ടുന്നുണ്ട്, സ്പീഡ് സെൻസിങ്, ഓട്ടോ ഡോർ ലോക്കും ഓട്ടോ അൺലോക്ക്, അതായത് ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഓട്ടോ അൺലോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കിട്ടുന്നുണ്ട്, ചൈൽഡ് സീറ്റ് ആങ്കർ കിട്ടുന്നുണ്ട്, ഇമ്മൊബിലൈസർ കിട്ടുന്നുണ്ട്, ബഗ്ലർ അലാറം കിട്ടുന്നുണ്ട്, LED ടെയിൽ ലാംപ്സ് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ തീം ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫാബ്രിക് മെറ്റീരിയലാണ് നമുക്ക് ഇൻറ്റീരിയർ ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ക്ലസ്റ്റർ മീറ്റർ വിത്ത് കളർ TFT ആണ് നമുക്ക് അവിടെ വരുന്നത്. ഫോൾഡബിൾ കീ കിട്ടുന്നുണ്ട്, മാനുവൽ AC ആണ് കിട്ടുന്നത്. പുറകിൽ AC വെന്റിലേഷനോ അല്ലെങ്കിൽ AC വെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്, ഫ്രണ്ട് പവർ ഔട്ട്ലെറ്റും നമുക്ക് 12 വോൾട്ടിൻ്റെ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ബേസ് വേരിയൻ്റ് ആയ HX2 കിട്ടുന്നുണ്ട്. ഇനി HX3 നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കിയാലോ. നമുക്ക് റിയർ പാർക്കിംഗ് സെൻസർ കിട്ടുന്നുണ്ട്, ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ കിട്ടുന്നുണ്ട്. അതൊരു ക്യാമറ വരുന്നുള്ളതുകൊണ്ട് തന്നെയാണ്, റിയർ ക്യാമറ വരുന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഡേ നൈറ്റ് മിററാണ് കിട്ടുന്നത്, അതായത് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് കിട്ടുന്നത്. മൈക്രോപോൾ ആൻറ്റിനയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡ്യുവൽ ടോൺ നേവി ആൻഡ് ഗ്രേ തീമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സെമി ഫാബ്രിക് അപ്പോൾസറി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ഓഡിയോ കൺട്രോൾസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB-C ടൈപ്പ് പോർട്ടും ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. HX3 നമ്മൾ കണ്ടു. ഇനി HX4 എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് നോക്കിയാലോ. LED DRLs കിട്ടുന്നുണ്ട്. R15 ഡ്യുവൽ ടോണ് സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ് കിട്ടുന്നത്. നമുക്ക് ഈ കാണുന്ന ഒരു സ്റ്റീൽ വീല് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ റിയർ AC വെൻറ്റ് വരുന്നുണ്ട്, റിയർ പാർസൽ ട്രേയും കിട്ടുന്നുണ്ട്. അത് പെട്രോൾ വേരിയൻറ്റ് മാത്രം നമുക്ക് പാർസൽ ട്രേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ HX4 പ്ലസിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കിയാലോ. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ORVM വരുന്നുണ്ട്. വീലാർച്ച് ക്ലാഡിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് സൺ റൂഫ് വരുന്നുണ്ട്. ഇലക്ട്രിക് മിറർ ഫോൾഡിംഗ് ഓപ്ഷനും നമുക്ക് ഈ ഒരു വേരിയൻറ്റ് തൊട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് HX6 എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയാലോ. HX6 നമുക്ക് മാനുവലും AMTയും CNG മാനുവലും കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് ഡാഷ് ക്യാമറ കിട്ടുന്നുണ്ട്, റിയർ ഡീഫോക്കേഴ്സ് വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ബൈ ഫംഗ്ഷനിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ റൂഫ് റെയിൽസ് വരുന്നുണ്ട്. വിങ് ടൈപ്പ് സ്പോയിലർ നമുക്ക് കിട്ടുന്നുണ്ട്, അത് പെട്രോൾ വേരിയൻസിൽ മാത്രമാണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കിട്ടുന്നുണ്ട് AMT ഓപ്ഷനിൽ മാത്രം. അതുപോലെ തന്നെ പുഷ് സ്റ്റാർട്ട് സിസ്റ്റം നമുക്കിവിടെ വരുന്നുണ്ട്. സ്മാർട്ട് കീ ആണ് കിട്ടുന്നത്. ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് AC കിട്ടുന്നുണ്ട്. ഫോൾഡിംഗ് ഡ്രൈവർ ആംറസ്റ്റും കിട്ടുന്നുണ്ട്. HX8 എന്തൊക്കെ പ്രത്യേകതകളാണ് വരുന്നത് നോക്കിയല്ലോ. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീലാണ് കിട്ടുന്നത്. R15 സ്മാർട്ട് ഫോൺ വയർലെസ് ചാർജർ ഇവിടെ കിട്ടുന്നുണ്ട്. കൂൾഡ് ഗ്ലോ ബോക്സ് കിട്ടുന്നുണ്ട്. റിയർ വൈപ്പർ ആൻഡ് വാഷർ കിട്ടുന്നുണ്ട്. തന്നെ HX10 നമുക്ക് കിട്ടുന്നത് AMT വേരിയൻറ്റിൽ മാത്രമാണ്. അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ IRVM റിയർ ടെലിമാറ്റിക് സ്വിച്ചസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ പെഡൽസ് ആണ് വരുന്നത്. 8 ഇഞ്ച് HD ഓഡിയോ വീഡിയോ നാവിഗേഷൻ സിസ്റ്റമാണ് കിട്ടുന്നത്. ഹുണ്ടായി ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഹോം ടു കാർ അലക്സ നമുക്ക് കിട്ടുന്നുണ്ട്. ഓൺ ദ എയർ അപ്ഡേറ്റ് ഫോർ മാപ്സ് ആൻഡ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും ഇറങ്ങി പോകാൻ നേരത്ത് കാല് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇറങ്ങി പോകാനുള്ളൊരു ഗുണം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇടുക. ഈ വാഹനത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി, അതായത് എന്തൊക്കെയാണ് ഓഫേഴ്സ് കിട്ടുന്നത്, ഇപ്പം കിട്ടുന്ന
ഓഫേഴ്സ് എന്തൊക്കെയാണ്, ഇനി പഴയ വേരിയന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഓഫേഴ്സ് കിട്ടും, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പോപ്പുലർ ഹുണ്ടായുടെ നമ്പറാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്.